അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഞാനൊരു വീഡിയോ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ. മാഷാ അല്ലാ, ഭയങ്കര സന്തോഷമായി. മാഷാ അല്ലാ, അത് കണ്ടപ്പോൾ ഇന്നത്തെ ഒരു വിവാഹ പേക്കൂത്തുകളൊക്കെ ആയിട്ട് നടക്കുന്ന പല വീഡിയോസും കാണലുണ്ട്. അതിലൊക്കെ ഇതുപോലെയുള്ള ഒരു സന്തോഷമുള്ളൊരു വീഡിയോ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കണം തോന്നി. മറ്റൊന്ന്, വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ വാഹനാപകടത്തിൽ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഒതുക്കങ്ങലിൽ 9 വയസ്സുള്ള റീം ഷാനവാസ് എന്നുള്ളൊരു കുട്ടി, ഉമ്മാൻ്റെ കൂടെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി വാഹനാപകടത്തിൽ മരണപ്പെട്ട വാർത്ത ഞാൻ കണ്ടു. നമ്മൾ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാം. മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങലിലാണ് അതേ സ്കൂളിൽ ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ്. ഇതിൻ്റെ ഉമ്മ ടീച്ചറാണ് സജ്ജിന. അപ്പോൾ ഇവർ സ്കൂട്ടിയിൽ വരികയാണ്. ആ വരുന്നൊരു സമയത്താണ് കോട്ടക്കൽ പുത്തൂർ ഭാഗത്തെ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ടൊരു ചരക്ക് ലോറി പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് കോട്ടക്കൽക്ക് വരികയാണ് ഈ ലോറിയുടെ ബ്രേക്ക് പോയിട്ടൊരു കാറും വേറെ എന്തുമ്പോഴൊക്കെ ഇടിച്ചിട്ട് ഈ പാവം ഉമ്മ സജിനയും അതേപോലെ 9 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന റീം ഷാനവാസ് എന്നുള്ള ആ പൊന്നുമോളും കൂടി പോണ ഇതിനാണ് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ പൊന്നുമോള് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ ഒരു കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. سنخوض معاركنا معهم وسنمضي جموعا نغدوهم ونعيد الحق المغتصب وبكل القوة അവിടെ മക്കളുടെ മുഖമാണ്. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് റീം ഷാനവാസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. വളരെ കൗതുകമുള്ളൊരു പേര്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ആ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ബുധനാഴ്ച സ്കൂളുള്ള സമയമാണല്ലോ, ആ സമയത്താണ് ഈ അപകടം നടന്നത്. അപ്പോൾ ഇന്നലെ ചില സ്കൂളുകൾക്ക് മാത്രമേ ഉള്ളൂ, തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥാപനങ്ങളിൽ എന്തില്ല, ഇന്നലെ സ്കൂളില്ല. അപ്പോൾ ഈ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മാൻ്റെ കൂടെ പോകണമെന്ന് ആ ഒരു സന്തോഷം. ഉമ്മ ടീച്ചറൊക്കെ ആകുമ്പോൾ മക്കൾ അത്രയും സുരക്ഷിതത്തിലായിരിക്കും ഈ ഉമ്മാൻ്റെ കൂടെ പോവുക. ആ ഒരു പോക്കാണ് ഈ മരണത്തിലെത്തിയത്. നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും പ്രത്യേകം ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഷാനവാസ് എന്നാണ് ഈ കുട്ടിയുടെ ഉപ്പാടെ പേര്. അപ്പോൾ ആർക്കെങ്കിലും ആ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ വിവരങ്ങളൊന്നും പങ്കുവെക്കണം. ആ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇവരെ മാത്രമല്ല, വേറെ ഏതൊക്കെ ഒരു കാറ് തോട്ടിക്ക് വീണ് അങ്ങനെ ആകെ പ്രശ്നങ്ങളായി. ഒരു പക്ഷേ ആ സമയത്ത് ഭയങ്കര തിരക്കുള്ള ഒരു സമയം, വൈകുന്നേര സമയത്താണെങ്കിൽ അപകടം ഇതൊന്നും ആവില്ല, ഇതിനപ്പുറം ഉണ്ടാവും. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മൂലം മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വണ്ടി ഓടിക്കാം. എന്തായാലും വല്ലാത്തൊരു സങ്കടം തോന്നി. ആ പൊന്നുമോളെ എന്തൊരു ഭംഗിയുള്ള വളരെ വളരെ എന്താ പറയുക, ക്യൂട്ട്നെസ് ഉള്ളൊരു പൊന്നുമോള്. ആ പൊന്നുമോളാണ് മരണത്തിന് കീഴടങ്ങിയത്. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് മറ്റൊരാൾക്കും നമ്മൾ എന്ത് ചെയ്യരുത്, ഉപദ്രവങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു കല്യാണത്തിൻ്റെ വീഡിയോ കണ്ടു. ആ കല്യാണത്തിൻ്റെ വീഡിയോ അടിപൊളിയിൽ ഈ ഒരു വധു അവർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വിശുദ്ധ ഖുർആൻ കണ്ട. അവരുടെ വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇസ്ലാമികപരമായ വേഷമൊക്കെ ധരിച്ച് വളരെ റാഹത്തായിട്ട് അവർ ഭർത്താവിന് തൻ്റെ പ്രിയപ്പെട്ട മണവാളന് ഒരു ഖുർആൻ സമ്മാനിക്കുകയാണ്. അത് അദ്ദേഹം തുറന്ന് നോക്കുമ്പോൾ തൻ്റെ അതായത് ദാമ്പത്യ ലൈഫിലൊക്കെ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ വലിയൊരു ബർക്കത്താണ്. ഇത് ആരാണ് എവിടെയുള്ളതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുക. ഇതിലും വലിയ സമ്മാനം ഇനി അവന് വേറെന്ത് കിട്ടാനാണ്? സത്യമാണ്, 2 സമ്മാനങ്ങളാണ് അവർക്ക് കിട്ടിയത്. നല്ലൊരു സ്വാലിഹത്തായ ഒരു ഭാര്യ. അള്ളാഹു അവരുടെ ദാമ്പത്യം ഖൈറിലാക്കി കൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ അവർ വിശുദ്ധ ഖുർആന് കൈപ്പടയിൽ എഴുതിയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഒരു മൊറാലിറ്റി ഒക്കെ ഉള്ള, അത്രയും ഖുർആനുമായിട്ടും മതചിഹ്നങ്ങളുമായിട്ടൊക്കെ സ്നേഹമുള്ളൊരു കുട്ടിയായിരിക്കും അവർ. അല്ലാത്തവർ പലരും സമയം കളയൂല. സ്പെൻഡ് ചെയ്യുന്ന ടൈം അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ഖുർആനൊക്കെ എഴുതിണ്ടാക്കാൻ വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി അതിനൊക്കെ അത്രയും സ്നേഹിക്കുന്ന ആദരവുള്ളൊരു കുട്ടിയായിരിക്കും. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആർക്കെങ്കിലും ഇവരെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ വളരെ വൈറലായ മറ്റൊരു വീഡിയോ, ഒരു കല്യാണ വീഡിയോ. ഇതേപോലെ കല്യാണമൊക്കെ കഴിച്ചിട്ട് വധുവിൻ്റെ മുൻപിൽ ഡാൻസ് ആടുന്നൊരു വീഡിയോ കണ്ട. ഇതൊരു നല്ല വീഡിയോ ആണ്. കുഞ്ഞിക്കൂനനിലെ ദിലീപിൻ്റെ പോലെ വികലാംഗനായിട്ട് അഭിനയിച്ചിട്ട് നല്ല അടിപൊളി കുഞ്ഞിക്കൂനിലെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഡാൻസൊക്കെ ആടി. ആ വധു ആകെ അന്തം മുട്ടിക്കാട്ടോ കുടുംബക്കാരൊക്കെ. അവൻ നല്ല ഡാൻസറാണ്. ഇവൻ്റെ വേറെയും കുറേ വീഡിയോ ഉണ്ട്. ഇവനിത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോണ സമയത്തും ഒക്കെ ഇതുപോലെ ഡാൻസ് ആടിയിട്ട് ഓൾക്ക് തന്നെ തോന്നി, പഠിച്ചോനത്ത് എന്താ ഇപ്പം ഇയാളെ കാലം ഇങ്ങനെ തന്നെയാണോ? എല്ലാവരും ചിരിപ്പിച്ച് എന്താ പറയുക, ഇൻസ്റ്റയിലൊക്കെ വളരെയധികം വൈറലായി. ഇവൻ്റെ അടിപൊളി സ്റ്റെപ്പാണ്, ഡാൻസാണ്, നല്ല എനർജറ്റിക്കാണ്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. പലരും ഈ വീഡിയോക്ക് വളരെ മോശം കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ അവൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചതാണ്.
ആ സിനിമയിൽ ദിലീപ് ചെയ്തപ്പോൾ എല്ലാവരും കൈയടിച്ചു, ഇതെന്താ ഞാൻ ചെയ്താൽ കൈയടിക്കാത്ത എന്നൊക്കെ പലരും ചോദിക്കണേ. എന്തായാലും അവൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും മറക്കാനാവാത്തൊരു നിമിഷത്തിൽ അവൻ നന്നായിട്ട് ഡാൻസ് ആടി, കുഞ്ഞിക്കൂനിലെ ദിലീപിൻ്റെ പോലെയാണ് ഡാൻസ് ആടിയിട്ടുള്ളത്. ആ ഡാൻസ് ആടിയൊരു വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്, ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഡാൻസ് ആടുന്ന വീഡിയോക്കാളും എനിക്കിഷ്ടപ്പെട്ടൊരു സാധനം ഈ ഒരു വധുവിൻ്റെ ഒരു വീഡിയോ ആണ്. അവരാ വിശുദ്ധ ഖുർആന് സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ട് അത് തൻ്റെ ഭർത്താവിന് വേണ്ടി സമ്മാനിക്കുന്ന ആ വീഡിയോയിൽ തുള്ളിച്ചാട്ടമോ ആട്ടമോ ഒന്നുമില്ല. പക്ഷേ പടച്ച റബ്ബിൻ്റെ മുൻപിൽ അവർ അനുഗ്രഹീതരാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും എനിക്ക് ആ നമുക്ക് ഡാൻസ് ആടാൻ അറിയില്ല. എനിക്ക് ഈ ഖുർആന് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ 2 വീഡിയോയും കണ്ടല്ലോ, നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നമ്മളൊരു വീഡിയോയിൽ നമ്മൾ അധിക്ഷേപിക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ആരെയും അധിക്ഷേപിക്കാൻ നിൽക്കണ്ട, സന്തോഷമുള്ളത് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ ഖുർആന് കൊടുക്കുന്ന വീഡിയോ ഭയങ്കര സന്തോഷമായി. നമ്മൾ ഈ മുസ്ലിം കല്യാണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആഭാസങ്ങളും കൂത്താട്ടങ്ങളും കൂടുതലുള്ള കല്യാണം ഏതാണ്? മുസ്ലിം വിവാഹങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പറയാനാണെങ്കിൽ 100 കണക്കിന് വയലുകളുണ്ട്, ഉപദേശങ്ങൾ ഇതൊക്കെ ഉണ്ട്. വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിലത്തെ പോലെ ഇങ്ങനെ കിടന്ന്, വിവാഹം എന്ന് പറഞ്ഞാൽ മരിച്ച വീട്ടിലത്തെ പോലെ ദുഃഖത്തിലാക്കണം എന്നല്ല ഉദ്ദേശിക്കണം കേട്ടോ. സന്തോഷങ്ങളും എല്ലാ ആഹ്ലാദങ്ങളും പാട്ടും ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ അതൊക്കെ ഒരു അതിര് വിടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അത്ര പേഴ്സണലി ഞാൻ അതൊന്നും കാണില്ല, കാരണം ഞാൻ പൊതുവേ കല്യാണങ്ങൾക്ക് പോക്കില്ല. ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ തന്നെ വളരെ റൈഡായിട്ട് കല്യാണത്തിന് പോക്കുള്ളൂ. പോയാൽ തന്നെ നമ്മളിപ്പോൾ ഒരു ചോറയ്ക്കൽ കഴിഞ്ഞിട്ട് വേണ്ട പോരാന്നല്ലാതെ പരിപാടികളൊന്നും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിൽ കാണാമെന്നല്ലാതെ. അപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ എനിക്ക് അനുകരണീയമായിട്ട് തോന്നിയൊരു വിവാഹമാണെന്ത്, ഈ ഒരു സ്വന്തം കൈപ്പടയിൽ എഴുതിയൊരു ഖുർആൻ സമ്മാനിക്കുക എന്നുള്ളത്. അതൊരു സന്തോഷം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ ഞാൻ ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിൽ തുടക്കം നിങ്ങൾ വിശുദ്ധ ഖുർആൻ കൊണ്ടാണെങ്കിൽ ആ ഒരു ദാമ്പത്യം ഹൈറിലാവും. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നിട്ട് ആദ്യം നിങ്ങൾ 2 പേരും ഒരു ഫാത്തിഹ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടായിരിക്കണം നിങ്ങളുടെ ആദ്യ രാത്രി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആദ്യ രാത്രി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുളിരും തോന്നണ്ട. ആദ്യ രാത്രിയിൽ, ഇന്നിപ്പോൾ ആദ്യ രാത്രി ഒന്നും ഇല്ല, അതൊക്കെ ആദ്യമേ എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആദ്യ രാത്രി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫാത്തിഹ ഓതിയിട്ടാണ്. അങ്ങനെ തുടങ്ങുന്ന ഒരു ദാമ്പത്യം ഹൈറിലായിട്ടേ അവസാനിക്കുള്ളൂ. വളരെ നല്ല ദമ്പതികളായിരിക്കും, മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുകയും ഇത് അതേപോലെ തന്നെ അതാണ് എനിക്ക് ഇഷ്ടമാവാൻ കാരണം. ഇവരൊരു വിശുദ്ധ ഖുർആൻ സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ്റെ ഒരു ബർക്കത്തുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ അനുഗ്രഹം ഉണ്ടല്ലോ, അത് വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ ഒരു ബർക്കത്താണ്. അത് ഈ ഇവരുടെ ലൈഫിനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് തുടങ്ങുന്നത് അതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക. എന്തായാലും വിവാഹ ജീവിതങ്ങൾ, വിവാഹ സൽക്കാരങ്ങളൊക്കെ ആർഭാടങ്ങളാവുമ്പോൾ തന്നെ ആലോചിക്കാം, അത് ഇസ്ലാമിന് വിരുദ്ധമാവാതിരിക്കുക, അള്ളാഹിൻ്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത രൂപത്തിലാവരുത് എന്നുള്ളത് നമ്മൾ സ്വയം നിഷ്കർഷിക്കുക. അതിൽ കെട്ടാൻ പോണ ആണും പെണ്ണാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരുടെ കയ്യിലൊരു പാവകളായിട്ട് മാറരുത്. എന്തായാലും ഒരു നല്ല വീഡിയോ ആണ് നമ്മൾ കണ്ടത്. കൂട്ടത്തിൽ ഇൻഷാല്ലാ ഒരു കാര്യം കൂടി പറയാനുണ്ട്. മലപ്പുറം ജില്ല അടക്കമുള്ള മലബാറിലൊക്കെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞ ആളുകളും താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ഇന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. തിരഞ്ഞെടുപ്പിന് നിങ്ങൾ നല്ല സ്ഥാനാർത്ഥികൾ, അതിൽ രാഷ്ട്രീയമൊന്നും നോക്കണമെന്നില്ല, നിങ്ങളുടെ നാടിന് നിങ്ങളുടെ വാർഡിന് ഉപകാരപ്പെടുന്ന, നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്നൊരു നല്ല സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാം. ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയം നോക്കണമെന്നില്ല, അതൊക്കെ നിങ്ങൾ ജില്ലയിലേക്കൊക്കെ മത്സരിക്കുന്ന ആളുകളൊക്കെ നോക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് കേട്ടോ. നാടിന് ഗുണമുണ്ടാവുന്ന ആൾ, ആ ആൾ ആർക്കാണോ അവർക്ക് നിങ്ങൾ പരമാവധി വോട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇൻഷാല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് പരമാവധി നമ്മൾ വിട്ട് നിൽക്കരുത്. ഒക്കെ നമ്മൾ വോട്ട് ചെയ്യാൻ നമ്മുടെ അവകാശമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് റിം ഷാനവാസ് എന്നുള്ള 9 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഏത് മാസത്തിലാണെന്നുള്ളതാണ്. ഏത് മാസം? 12 മാസം ഉണ്ടല്ലോ, അതിലേതിലാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം? ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.